ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളെ വർക്ക് ഒരു ബാത്റൂം ലീക്കേജാണ്. അപ്പോൾ ആ ലീക്കേജ് മൊത്തത്തിൽ കൺസീൽഡായിട്ട് ഉള്ളിലെവിടെയോ ചെറുതായിട്ടുള്ളൊരു ലീക്കേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ചുമരൊക്കെ മൊത്തത്തിൽ ഓൾറൗണ്ട് നനഞ്ഞിരിക്കുകയാണ്. രണ്ട് സൈഡും, രണ്ടല്ല 4 സൈഡും ഇങ്ങനെ നനവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എവിടെയാണ് അതിൻ്റെ തുടക്കം എന്ന് നോക്കിയിട്ട് നമ്മളെ HY929 എന്ന് പറഞ്ഞിട്ടുള്ള ആ ലീക്കേജ് ഡിറ്റക്ടർ വെച്ച് നോക്കി ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അത് ക്ലിയർ ആക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു ചെക്ക് വാൽവ് വെച്ചിട്ട് നമ്മൾ പ്രഷർ അടിച്ചിട്ട് ഏകദേശം 6 ബാർ പ്രഷർ ഒരു 100 PSIൻ്റെ അടുത്ത് അടിച്ചിട്ട് നമ്മൾ നോക്കി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഡിസ്ചാർജ് ആകുകയാണ്. അപ്പോൾ ഇതൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ പമ്പിൽ ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മൈന്യൂട്ടായിട്ടുള്ളൊരു ലീക്ക് വന്നാൽ പമ്പ് ചെറുതായിട്ട് ഡിസ്ചാർജ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ടൊരു മീറ്റർ വെച്ചത്. പിന്നെ ടാങ്കിനൊന്നും പൊട്ടും ലീക്കൊന്നും കാണുന്നില്ല. പക്ഷേ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ ഡിറ്റക്ടർ വെക്കുമ്പോൾ നോയ്സ്, വെള്ളം സ്പ്രെഡാകുന്ന സൗണ്ട് കിട്ടുന്നത് ഈ സൈഡിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ സൈഡിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. പമ്പ് മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് നമ്മൾ പരിചയപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇതൊരു ഡൈവേർട്ടറും മൊത്തത്തിലുള്ളൊരു ബാത്റൂമാണ്. അപ്പോൾ ഏകദേശം ഒരു 6 ബാർ പ്രഷർ നമ്മൾ അടിച്ചാൽ തന്നെ 6 ബാർ ഇതിൽ അടിക്കുമ്പോൾ നമ്മളെ സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ള മീറ്ററിലൊരു 100 PSI ഏകദേശം വരുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ ടെസ്റ്റിങ് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ആക്യുറസി ആയിട്ടുള്ളൊരു സൗണ്ട്, ഒരു ഓഡിയോ ഫ്രീക്വൻസി കിട്ടുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ നോക്കിയിട്ട് ഏകദേശം ഒരു ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഡിറ്റക്ടറാണ്. ഡിറ്റക്ടർ ലക്ഷങ്ങൾ വിലയുള്ള ഡിറ്റക്ടർ ഉണ്ട്. അതുകൊണ്ടൊന്നും നമ്മളെ നാട്ടിൽ നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന കൂലിയൊന്നും കിട്ടിക്കോളുന്നില്ല. അപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്കും ചെറിയൊരു ബെനിഫിറ്റ് കിട്ടണം. എന്നാൽ ക്ലയൻറ്റിന് അത് നമ്മൾ കണ്ട് അത് കറക്റ്റാക്കി കൊടുക്കും വേണം. അപ്പോൾ അതിന് പറ്റിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡിറ്റക്ടർ ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചാണ്. ഇപ്പോൾ ഏകദേശം 2 ബാർ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്രഷറിലാണ് ഈ വെള്ളം അവിടെ പോകുന്നത്. അപ്പോൾ സിമെൻറ്റിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ആയിരിക്കാം. എന്തായാലും നമുക്ക് ആ നോയ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം അതിൻ്റെ ഒരു ലൊക്കേഷൻ. അതായത് പൈപ്പ് ഇതിലേക്ക് വരുന്നതും ടാങ്കിലേക്ക് ചാടുന്നതുമായിട്ടുള്ള ഒരു പോയിന്റിലാണ് ഇപ്പോൾ നമുക്കൊരു നോയ്സ് കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ട്രേസ് ചെയ്ത് അത് അവിടെ കട്ട് ചെയ്യുകയാണ്. ഏതായാലും ഇനിയിപ്പോൾ ആ ഭാഗത്തെ ടൈല് നമുക്ക് മാറ്റണം. ഭാഗത്തെ ടൈല് നമുക്ക് എന്തായാലും മാറ്റാം. നമ്മൾ ഓണറോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന്. അപ്പോൾ നമുക്ക് ഇതുമാതിരിയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ സ്പോട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ സൈഡിലായിട്ടാണ് ലീക്കേജ് ഉള്ളത്. അപ്പോൾ ഈ സ്പോട്ടുകളൊക്കെ നമുക്ക് കറക്റ്റ് സ്പോട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ പൊളിക്കണമെങ്കിൽ ഇതുമാതിരിയുള്ള ലീക്കേജ് ഡിറ്റക്ടറൊക്കെ തന്നെ വേണം. അതല്ലാതെ നമ്മൾ ലക്ഷ്യമില്ലാതെ ഇതുപോലുള്ള ഡിവൈസുകളില്ലെങ്കിൽ ഒന്നിച്ച് പൊളിച്ച് റീവർക്ക് ചെയ്യുകയല്ലാതെ വേറെ ഒരു ഓപ്ഷനൊന്നും ഇല്ല. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് ഈ ഡിറ്റക്ടർ വളരെ ഉപകാരമുള്ളൊരു സാധനമാണ്. അത്ര വലിയ വിലയൊന്നും വരുന്നില്ല. അപ്പോൾ അതനുസരിച്ച് സാധാരണക്കാരന് ഒരു പ്ലംബർക്കോ ഒക്കെ മേടിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിറ്റക്ടർ ഡിവൈസാണിത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി പൊളിച്ചാൽ ഏകദേശം നമുക്ക് നല്ല അതിൻ്റെ വെള്ളം പോകുന്ന ആ നനവുള്ള ഒരു ഏരിയ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ടാങ്കിൻ്റെ സൈഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നിന്നാണ് നമുക്ക് ശബ്ദം നല്ല വോയിസ് കിട്ടിയത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഭാഗം തന്നെ കറക്റ്റാക്കി പൊളിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെറിയൊരു കിനിവേ കാണുന്നുള്ളൂ, ചെറിയൊരു നനവ്. അപ്പോൾ ഇനി ഒന്നുകൂടി ഡീപ്പായിട്ട് പൊളിച്ച് നോക്കിയാൽ ഒന്നുകൂടി പ്രഷർ കൊടുത്ത് നോക്കുക. ആ പ്രഷർ കൊടുക്കുമ്പോൾ ഇത് കണ്ടോ, പ്രഷർ ഡിസ്ചാർജ് ആവും. അപ്പോൾ ആ ഡിസ്ചാർജ് ആവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ പ്രഷർ പമ്പൊക്കെ വെക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഈ വെള്ളം നനവ്. ഇപ്പോൾ കറക്റ്റ് നമുക്ക് ആ സ്പ്രെഡായപ്പോൾ ആ നനവ് കിട്ടി. അപ്പോൾ ഏകദേശം നമ്മളെ നല്ല പ്രഷർ കൊടുത്തപ്പോൾ
സൈഡിൽ കൂടെ നല്ല സ്പ്രെഡായിട്ട് ഇങ്ങനെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഈ പോയിൻ്റ് എൽബോൻ്റെ ഒരു സൈഡിലായിട്ട് ചെറുതായിട്ടൊരു വര മാതിരി ഒരു ക്രാക്ക്, പക്ഷെ നമുക്ക് കൃത്യമായിട്ടത് കാണാൻ കഴിയില്ല. നല്ല പ്രഷറിൽ ഒരു 6 ബാറൊക്കെ ലോഡാകുമ്പോഴാണ് അതിൻ്റെ സൈഡിൽ കൂടെ പോവുക. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഇതൊന്നും ത്രെഡ് സീൽ ചുറ്റി വെച്ചൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇനി നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമാതിരി ഇനി ഷെല്ലക്കൊക്കെ ചുറ്റിയിട്ട് ക്ലിയർ ചെയ്ത് ഷെല്ലൊക്കെ ഇടണം. ഷെല്ലൊക്കെ ഇട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇനിയിപ്പോൾ ഭാവിയിൽ വരണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ഫുള്ളായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആര് കയ്യിലായാലും ഫാൾട്ടുകൾ പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം അഡ്വാൻസ് എന്ത് ടെക്നോളജിയാണുള്ളത് ആ ടെക്നോളജിയിൽ നമ്മൾ ഈ വർക്ക് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് പൈപ്പുകളുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ PPRലേക്ക് പോവുക, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇതാണ് നമ്മളെ ഡിവൈസ്. അപ്പോൾ ഈ ഡിവൈസിനെ നമ്മൾ പരിചയപ്പെടുന്നത് എന്താ വെച്ചാൽ, ഒരുപാട് വീഡിയോസുകൾ ഇങ്ങനെ ഉണ്ട്. പല പല പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ വീണ്ടും ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ പരിചയപ്പെടുത്തുകയാണ്. ഇതിപ്പോൾ പുതിയൊരു ഡിവൈസ് നമ്മൾ മേടിച്ചതാണ്. കാരണം നമ്മളൊരു സുഹൃത്ത് പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കാൻ വേണ്ടി മേടിച്ച ഒരു ഡിവൈസാണ്. ഞാൻ ഉപയോഗിക്കുന്ന സെയിം ഡിവൈസാണ്. ലീക്കേജ് HY929 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡിറ്റക്ടർ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ശരിക്കും നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമുക്കൊരു പ്രൊഫഷണലായിട്ട് ഇതുപോലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുള്ള ബെനഫിറ്റ് നമുക്കുണ്ടാവും. എന്താ വെച്ചാൽ ഇങ്ങനത്തെ കംപ്ലൈൻറ്റൊക്കെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഒരു ലേബർ, അതിൻ്റേതായിട്ടുള്ളൊരു പൈസ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരും നമുക്ക് തരും. കാരണം അത്രയും ഒരു ബാത്റൂമൊക്കെ ഒന്നിച്ച് പൊളിക്കണം എന്ന് പറയുന്നതിനെക്കാട്ടും ബെറ്റർ ഒരു ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ ഏരിയ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ആ ക്ലയൻറ്റിന് ആ ബാത്റൂമിൻ്റെ പൊളിക്കുന്ന അത്രയും എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവില്ലല്ലോ. അപ്പം യൂണിവേഴ്സൽ പ്ലഗ് സോക്കറ്റാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. പക്ഷേ നമുക്കതിൻ്റെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് ക്ലിയർ ചെയ്തിട്ട് ഇനി രണ്ടാമത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നുകൂടി ഇതൊന്ന് കണക്ഷൻ കൊടുത്തു നോക്കണം. കൊടുത്തിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് നിർത്തണം. അപ്പോൾ പശയൊക്കെ തേച്ച് ഷെല്ലൊക്കെ വെച്ച് നല്ല ഉഷാറായിട്ട് തന്നെ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഈ ടൈല് മാത്രം മാറ്റുക എന്നുള്ളതാണ്. ഓൾറൗണ്ട് പൊളിക്കേണ്ട ആവശ്യമില്ലല്ലോ. മറ്റേത് ഈ സാധനം ഇല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ലീക്കേജ് എന്ന് സകല പൈപ്പും നമ്മൾ തെളിച്ച് അതിൽ പ്രഷർ അടിച്ച് നോക്കേണ്ടി വരും. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അതിൻ്റെ ഒരു ഗുണം ഈ എന്തായാലും നമ്മളെ ഡിറ്റക്ടറിന് തന്നെയാണ്. എന്താ വെച്ചാൽ ആ സാധനം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ ലൊക്കേഷൻ കറക്റ്റ് ഇവിടെയാണെന്ന് നമുക്ക് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ഇവിടെ പൊളിക്കാൻ കഴിഞ്ഞത്. ആ ഡിവൈസ് കയ്യിലുണ്ടായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പല റേഞ്ചിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 8500 രൂപയിൽ ഒരു പ്രൈസിലാണിത് വരുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ മേലേക്ക് ഉണ്ട്. അത് ഫ്രീക്വൻസി അതിൻ്റെ ആക്യുറസി ഒക്കെ കണക്കാക്കിയിട്ടുള്ളതാണ്. എന്നാലും ഞാൻ ഉപയോഗിച്ച് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതുകൊണ്ട് ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത് നമ്മളെ സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെ സ്ഥലത്ത് നന്നാക്കി കൊടുത്ത് കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമ്മൾ ആ പ്രഷർ അടിച്ച് നോക്കി നമ്മൾക്ക് സ്റ്റാൻഡ് ബൈ ആയിട്ട് പ്രഷർ നിൽക്കുന്നുണ്ട്. ഹോൾഡായിട്ട് കംപ്ലൈൻറ്റ് ഇവിടെ തന്നെ ആയിരുന്നു. കാരണം 190 PSI നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ആ 90 PSI നിന്ന് എവിടേക്കും ഒരു മൈന്യൂട്ട് പോയിൻ്റ് പോയിട്ടില്ല. അപ്പോൾ ഇവിടെ തന്നെ ആയിരുന്നു ലീക്കേജ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇതുപോലുള്ള ഡിവൈസുകളൊക്കെ ചെറിയ പൈസയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ഡിവൈസുകൾ മേടിക്കുക. പരമാവധി നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ എനിക്കിതിൻ്റെ ഡിവൈസുകളെ പരിചയപ്പെടുത്തുക, അതായത് ടൂൾസുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന ഹോബി. കൂട്ടത്തിൽ നമ്മളൊരു ജോലി ഇതുമായി ബന്ധപ്പെട്ടായതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഓരോ കാര്യങ്ങളും എടുത്തിങ്ങനെ പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.